എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ എൻ്റെ കയ്യിലിരിക്കുന്നതെന്നറിയോ? ഒരു ചെറിയൊരു ബീട്രൂട്ടാണേ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂട്, എന്താ പറയുക, ഈ കാലാവസ്ഥ നമുക്ക് ഭയങ്കര ചൂടാണല്ലോ, ചുട്ടുപൊള്ളുന്നത് പോലുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പും, ഇപ്പോഴത്തെ അറിയാമല്ലോ, നമ്മൾ വെളിയിൽ വെയിലത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ഇതൊക്കെ മാറാൻ വേണ്ടി, കരിവാളിപ്പും കുറച്ച് ആ ടാനൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയായിട്ടാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ ചാറ് മൊത്തം പിഴിഞ്ഞെടുക്കണം കേട്ടോ. നന്നായിട്ട് പിഴിയണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട്, എന്താ പറയുക, കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടണം. വെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന്, കുറച്ച്, ഒരുപാടെടുത്തങ്ങ് വെള്ളം ഒഴിക്കരുത്. നമുക്ക് ആ നീര് മൊത്തം ഇനി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഞെവിടി നന്നായിട്ട് എടുക്കണം. അതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് മൊത്തം ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന ബീട്രൂട്ടിന് ഇച്ചിരി കളർ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രഷ് ആയിട്ടുള്ളതല്ല. ഒരു 2-3 ദിവസമായി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ബീട്രൂട്ട്. അതുകൊണ്ടാണ് കളറിന് കുറച്ചൊരു, എന്താ പറയുന്നത്, വേറൊരു കളറ് പോലെ തോന്നിക്കുന്നില്ലേ, അതാണേ. അപ്പം അതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ഈ നീരൊന്ന് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. കാരണം അതിൻ്റെ ആ, എന്താ പറയുന്നത്, തരികളൊക്കെ പോകാൻ വേണ്ടി അരിച്ചെടുത്ത നീരിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് റാഗിപ്പൊടിയാണേ. നമ്മുടെ പഞ്ഞിപ്പുല്ലെന്ന് പറയത്തില്ലേ, റാഗിപ്പൊടി ഒരു 1.5 സ്പൂൺ ഇട്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ റാഗിയും അതുപോലെ തന്നെയാണ്, ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് റാഗിയും നമ്മുടെ ബീട്രൂട്ടും ഒക്കെ. അങ്ങനെ ഞാൻ നന്നായിട്ട് കട്ടയില്ലാതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാവേ. ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി ഒന്ന് ഈ പരുവത്തിലാക്കി എടുക്കണം. ഇത് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുക എന്ന് പറയാം, എന്താ പറയുക, നമുക്ക് ആ ഫേസ് പാക്കിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കണം. ചെറിയ സിമ്മിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ചെറു തീയിലിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി എടുക്കണം. വലിയ തീ നന്നായിട്ട് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് അടുക്കി പിടിച്ച് ഒരിതായി പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ചെറു തീയിൽ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കുറുക്കി ഈ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനത് തണുത്തതിന് ശേഷം കുറച്ച് നേരം വെച്ചിരുന്നു. എന്നിട്ട് തണുത്തു ഈ പരുവത്തിലായി കിട്ടണം നമുക്ക്. ഒരുപാടങ്ങ് ലൂസാവരുത്. ഈ പരുവത്തിലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പം തേക്കാനായിട്ട് മാത്രം ഞാൻ കുറച്ചെടുത്ത് കേട്ടോ. ഒരു സ്പൂൺ തേച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അത് മതി. ബാക്കി നമുക്ക് ഇതുപോലൊരു കുപ്പി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട്, ഒരു ചെറിയൊരു കുപ്പി, അതിനകത്തോട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഒരു 5-6 ദിവസമൊക്കെ നന്നായിട്ട് ഫ്രിഡ്ജിലിരുന്നോളും കേട്ടോ. ഉപയോഗിക്കാം, എന്നും എടുത്ത് ഉപയോഗിക്കാം. തണുത്തതിന് ശേഷം വേണം കുപ്പിയിലിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ബൗളിലെടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തേ. നല്ല കട്ടത്തൈര് ഒഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ എടുത്ത തൈര് ഇച്ചിരി ഒരു വെള്ളം പോലുള്ള തൈരാണ്. നിങ്ങൾ എടുക്കുമ്പോൾ കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളം പോലായി പോവും അല്ലെങ്കിൽ പിന്നെ. എന്നിട്ട് നന്നായിട്ട് ആ തൈരും ബീട്രൂട്ട് നമ്മുടെ, എന്താ പറയുന്നത്, ആ പായ്ക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് മുഖത്തൊന്നും അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. കഴുകിയിട്ട് വന്നതിന് ശേഷം ഇതുപോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് പിടിച്ച് കണ്ട, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് വെള്ളം പോലായിപ്പോയി. കാരണം എൻ്റെ തൈരിൻ്റെ ഇതാണ്. നിങ്ങൾ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ മുഖത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും അങ്ങനെയാണല്ലോ, 20 മിനിറ്റ്, 15 തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ അതൊന്ന് ഇത് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ ഞാൻ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. 20 മിനിറ്റ് കഴിയുമ്പം കുറച്ച് വെള്ളം തൊട്ടിങ്ങനെ
ഇങ്ങനെ തൊട്ട് തൊട്ട് അതൊന്ന് നനച്ച് കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ നോക്കിക്കേ, നല്ല മാറ്റമുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഒരു പ്രശ്നവും വരാത്തൊരു സംഭവം. നിങ്ങൾക്കറിയാമല്ലോ, തൈരും റാഗിപ്പൊടിയും ബീട്രൂട്ടും ഒക്കെ കണ്ടോ. ഞാൻ അതിന് ശേഷം പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. പക്ഷേ എൻ്റെ കഴുത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. എനിക്കിനി കുളിക്കാൻ പോകാനുള്ളതാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോയി പെട്ടെന്ന് മുഖം കഴുകിയിട്ട് വന്നതാണ് കേട്ടോ. വേണ്ട, ഒരു മാറ്റമില്ലേ, നല്ലതായിട്ടൊരു എന്താ പറയുന്നത്, നല്ലൊരു തെളിച്ചമൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ മുഖത്തെ വെള്ളമയമൊക്കെ നന്നായിട്ട് തുടച്ചങ്ങോട്ട് മാറ്റി ഒപ്പിയെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഏത് ക്രീമാണോ ഉപയോഗിക്കുന്നത് ആ ക്രീം മുഖത്ത് തേച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ കഴുത്തിലൊക്കെ കണ്ടോ, അത് കഴുത്തിലെല്ലാം ഇരിപ്പുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് മുഖത്ത് തൽക്കാലം കുറച്ച് ക്രീമിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഞാൻ ഈ ക്യാമറയെ നോക്കി ചെയ്യുന്നതുകൊണ്ട് എവിടെയാണ് നോക്കുന്നതെന്ന് എനിക്കേ അറിയാൻ പാടില്ല കേട്ടോ. മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടേ കോങ്ങണ്ണാണോ എന്നെനിക്കൊരു ഡൗട്ട് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു. അപ്പോൾ ക്രീമൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. നമ്മുടെ ബ്യൂട്ടീഷ്യൻ ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ ബ്യൂട്ടീഷ്യൻ ഇതൊക്കെയാണ്. നമ്മൾ വീട്ടിലുള്ള ഈ എന്താ പറയുക, കടലമാവ്, ഞാൻ കൂടുതലും റാഗിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് എപ്പോഴും ഒന്നുമില്ല, എനിക്ക് ഒരു ഇതൊന്നുമില്ല, കൃത്യസമയം ഞാൻ ഓരോ ദിവസവും ഇടുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നതും എനിക്കൊരു മൂഡ് തോന്നുന്ന ആ സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.